ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നല്ലൊരു വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാക്കി ദൈവം മാറ്റും. നമ്മളിപ്പോൾ അല്പനേരം ദൈവത്തിന്റെ വചനം ചിന്തിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വചനമാണ്. നല്ലൊരു ദൈവവചനം എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചു കേട്ടെ. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നതിന് മുമ്പ് പറയാം. എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ, ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ലോകത്തിൽ ആർക്കും ഒരു ശക്തിക്കും അത് ഇല്ലാതാക്കാൻ കഴിയില്ല. മറക്കരുത് ഈ വാക്ക്. അതായത് എന്റെ ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു നന്മയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ മറ്റൊരു നന്മ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ലഭിക്കാനുള്ളതാണ്. ഓരോ നന്മ, ഓരോ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾക്കും, വേറൊരു ശക്തിക്കും, ഒരു പിശാചിനും എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ, വളർച്ചയെ, അഭിവൃദ്ധിയെ, പുരോഗതിയെ ആർക്കും തകർക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യത്തിന് മാത്രമേ ആ നന്മയെ എന്റെ ജീവിതത്തിൽ എത്താതെ ഇടയ്ക്ക് വെച്ച് തട്ടിത്തെറിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വചനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ്, മറ്റൊരു ആത്മീയ ദൂത് ഈ വചനത്തിൽ ലഭിച്ചത്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ വചനം തുടങ്ങുന്നത് ജോസഫ് എന്ന വ്യക്തിയുടെ പേര് വെച്ചാണ്. ജോസഫ് എന്ന ആളാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ജോസഫ് എന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു നന്മയെ കുറിച്ച് ജോസഫിന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. എന്താണ് ജോസഫിന് സ്വപ്നത്തിലൂടെ ലഭിച്ചത്? ഇങ്ങനെയാണ് ജോസഫ് സ്വപ്നം കണ്ടത്. ഞാൻ പാടത്ത് കറ്റ കൊയ്ത് അടുക്കി വെച്ചപ്പോൾ ഞാൻ കൊയ്തെടുത്ത കറ്റ മാത്രം നേരെ നിൽക്കുന്നു. എന്റെ സഹോദരന്മാർ കൊയ്തെടുത്ത കറ്റ മുഴുവൻ ഈ കറ്റയെ വണങ്ങി കുനിഞ്ഞു നിൽക്കുന്നു. ഇത് ജോസഫ് ഒരു സ്വപ്നം കണ്ടതാണ്. പക്ഷെ ഇതെന്താ ഇത് വെളിപ്പെടുത്തുന്നത്? ജോസഫിനെ 4 പേരല്ല, ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനം കൊടുക്കുന്ന ഒരു പദവിയിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ നന്മ ജോസഫിലേക്ക് ദൈവം അയക്കുന്നുണ്ട് എന്ന് ജോസഫിനെ വെളിപ്പെടുത്തിയതാണ്. ഇതുപോലെ മറ്റൊരു സ്വപ്നം കണ്ടു. ജോസഫ് പറഞ്ഞു, ഒരു ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നതായി കണ്ടു. അപ്പോൾ സഹോദരന്മാർ ചോദിച്ചു, നീ രാജാവാകുമെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഞങ്ങൾ എല്ലാവരും കൊണ്ട് നിന്റെ കാൽച്ചോട്ടി വരുമെന്നാണോ? ഇനി കേട്ടെ, ഇത് കേട്ടപ്പോൾ, ഈ സ്വപ്നം പറഞ്ഞപ്പോൾ ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ നിയോഗം നടക്കാതിരിക്കാൻ ജോസഫിന്റെ ജീവിതത്തോട് ചില കാര്യങ്ങൾ സഹോദരങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തു? ജോസഫിനെ കുറിച്ച് ചെയ്തത്, ഒന്നാമത് ജോസഫിനെ വെറുത്തു. 2, ജോസഫ് മരുഭൂമിയിലൂടെ പോയപ്പോൾ ആടുകളെ മേയിച്ച് സഹോദരന്മാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ആ സഹോദരന്മാരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സഹോദരന്മാർ പറയുക, ഇവനെ നമുക്ക് കൊന്ന് ഈ പൊട്ടക്കണറ്റിലിടാന്ന്. ഇനി കേട്ടെ, ജോസഫിനെ പൊട്ടക്കണറ്റിലിടാൻ തീരുമാനിച്ചപ്പോൾ ജോസഫിലേക്ക് വരാനുണ്ടായിരുന്ന നന്മയെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും ജോസഫിന് ദൈവം കൊടുക്കാനുള്ള നന്മയെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് അത് അടിമകൾക്ക് വിറ്റ് ഈജിപ്തിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് വെള്ളിക്കാശിന് അടിമയായി പോയപ്പോഴും ജോസഫിന് ദൈവം നിയോഗിച്ച നന്മയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജോസഫിനെ ജയിലിൽ പിടിച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. ജോസഫിന് അപ്പോഴും ദൈവം കൊടുത്ത നന്മ ജോസഫിന് പോയില്ല. ശ്രദ്ധിച്ചോ, ഇതെന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കെതിരെ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എനിക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ഒരു മനുഷ്യനും പുറത്തു നിന്ന് ഒന്നും ചെയ്താലും അത് നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒത്തിരി പേര് പറയില്ലേ, അവരെന്റെ ജീവിതം തകർത്തു,
ആ കുടുംബം എൻ്റെ ബിസിനസ് തകർത്തത്. അങ്ങനെ പുറത്തുനിന്നൊരാളല്ല നമ്മുടെ ജീവിതത്തെ തകർത്തത്. അങ്ങനെയാണെങ്കിൽ ജോസഫിന് വരാനുണ്ടായിരുന്ന നന്മയെ ഈ സഹോദരന്മാർ തകർക്കാൻ നോക്കിയപ്പോൾ തകർന്നു പോയതിനെയും ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തിനും, നിങ്ങളുടെ മക്കൾക്കും, നിങ്ങളുടെ വരുമാനങ്ങൾക്കും, നിങ്ങളുടേതായതിന് ദൈവം തരാൻ ഉദ്ദേശിച്ച ഒരു നന്മയുണ്ട്. ആ നന്മയെ ലോകത്തിൽ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാരണത്തിൽ നശിപ്പിക്കാൻ പറ്റും. ഒന്നും കൂടെ പറയാം, ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നന്മയെ ഒരു കാര്യം ചെയ്താൽ അതെന്റെ ജീവിതത്തിൽ എത്തിപ്പെടിയല്ല. ഹല്ലേലൂയ. അതാണ് ജോസഫിന്റെ ജീവിതം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പൊത്തീഫറിന്റെ വീട്ടിലെത്തിയപ്പോൾ പൊത്തീഫറിന്റെ ഭാര്യയുമായി ശരീരം വച്ച് ഒരു പാപം ചെയ്യാനുള്ള പ്രലോഭനമുണ്ടായി. ആ പാപത്തിന്റെ പേരാണ് വ്യഭിചാരത്തിന്റെ പാപം. ആ ഒരു പാപമാണ്. അപ്പൊ ജോസഫിനിലേക്ക് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ തകർക്കാൻ വേണ്ടി പിശാച് ഉപയോഗിച്ച ഒരു ആയുധമാണ് ഈ പാപത്തിൽ കൊണ്ടുപോയി ചാടിക്കുക. ഹല്ലേലൂയ. ഈ പാപത്തിൽ ജോസഫ് ചാടിയായിരുന്നെങ്കിൽ ഈ ബൈബിളിൽ ജോസഫ് രാജാവായി എഴുതില്ലായിരുന്നു. ജോസഫ് അവന്റെ ഭാവി, അവന്റെ ഉയർച്ച, അവന്റെ നന്മ അവിടം കൊണ്ട് ആ പാപത്തിന്റെ സുഖത്തിൽ തീർന്നേനെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായത് വിശ്വസിക്കുന്നു. അതായത് ജോസഫ് എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം അയച്ച അനുഗ്രഹം മനുഷ്യർക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ കൂടപ്പുറപ്പുകൾക്കോ ജ്യേഷ്ഠാനുജന്മാർക്കോ തെറിപ്പിച്ച് കളയാൻ പറ്റുന്നില്ല. പക്ഷെയോ ജോസഫ് കുറച്ചു കഴിഞ്ഞപ്പോൾ പൊത്തീഫറിന്റെ ഭാര്യ ജോസഫിനോട് പറയുന്നു, എന്റെ കൂടെ ശയിക്കുക, എന്റെ കൂടെ ചേർന്ന് പാപം ചെയ്യുക. ലോകത്തിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല. ഈ കൊട്ടാരത്തെ കുറിച്ച് എന്റെ ഭർത്താവായ രാജാവിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. നീ എന്റെ കൂടെ തെറ്റ് ചെയ്താൽ ആരും അറിയത്തില്ല. ജോസഫിന് വേണമെങ്കിൽ ആ തെറ്റിനോട് ചേർന്ന് പാപത്തിൽ വീണായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ജോസഫിന് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ച നന്മ അവിടം കൊണ്ട് തീർന്നു പോയേനേം. പല ആളുകളെയും ആത്മീയമായി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അറിയാം അവർക്ക് ദൈവം നന്മകളും അനുഗ്രഹവും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ പാപത്തിൽ വീണുകിടന്ന അവസ്ഥ ആ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവിടം കൊണ്ട് നിന്നു. അത് ജീവിതത്തിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് ചില കൗൺസിലിംഗ് നടത്തുന്ന ആളുകളെ പ്രാർത്ഥിച്ചിട്ട് പറയില്ലേ, നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് മുറ്റം വരെ ദൈവാനുഗ്രഹം വരുന്നുണ്ട്, വീട്ടിലേക്ക് നിങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ. എന്താ കാരണം? ചില ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ വീടിന്റെ പടിക്ക വരെ വരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തോട് അടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ചില പാപം ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ മാറ്റിക്കളയും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇന്ന് കേൾക്കുന്ന ഈ വചനം മറക്കരുത്. സഭാപ്രസംഗന്റെ പുസ്തകം 9:18. എന്നാന്നറിയോ വചനം? ഇതാണ്: വളരെയധികം നന്മയെ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം വചനം. വളരെയധികം നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സഭാപ്രസംഗൻ 9:18. വളരെ അധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതി, ഒരു പാപം മതി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മ നമുക്ക് ലഭിക്കാതിരിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ മുഴുവൻ കെടുത്താനേ ആ വീട്ടിൽ ഒരു പാപി മതി. ഇനി ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ മതി ആ വീട് രക്ഷപ്പെടാനും. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ജോസഫിനെ ഓർത്ത് അവന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന്. സക്കേവൂസിനെ ഓർത്ത് അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഒരാളിലൂടെ ഒരുപാട് നന്മയും വരും. ഒരൊറ്റ പാപി വഴി ഒരു കുടുംബത്തിൽ ഒരുപാട് നന്മ നഷ്ടപ്പെടുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒന്ന് കേട്ടെ, ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് മനസ്സിൽ, ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെക്കണം. ഇതെന്നെ വളരെ ശക്തിപ്പെടുത്തിയ വചനമാണ്. കാരണം നോക്കിക്കേ, ജോസഫിന് ദൈവം വലിയ ഒരു ഉയർച്ച കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ ഉയർച്ചയെ തടസ്സപ്പെടുത്താൻ പല ശക്തികളും തലപൊക്കി. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ കേട്ടെ, നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ തലപൊക്കും. ശത്രുക്കൾ വ്യക്തികളായും ശക്തികളായും തലപൊക്കും. എന്തിന്? ആ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഉയർച്ചയെ അടിച്ച് നിലംപരിശാക്കാൻ. പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് നന്മയെ തകർക്കാനാണ്, എന്റെ ഉയർച്ചയെ ഇല്ലാതാക്കാനാണ്, എന്റെ കുടുംബം തകർക്കാനാണ്, എന്റെ ഭാവിയെ തകർക്കാനാണ്. എന്നിട്ട് നോക്കി, ജോസഫിന് ഇവന്റെ ദൈവം കൊടുക്കാനുള്ള നന്മയെ അവന്റെ പാപ ജീവിതത്തിലൂടെ തകർക്കാൻ നോക്കി. ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നാളുകൾ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനുമുണ്ട്. അനേകം വ്യക്തികളിൽ ഉയർച്ച ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം അവരേതോ പാപത്തിൽ കിടക്കുന്നോണ്ടാണ്. കാരണം എന്താ, ഈ പാപത്തിൽ കിടക്കുമ്പോൾ ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മ അവിടം വരെ വരുവുള്ളൂ. അത് കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഭിത്തി കെട്ടിയ പോലെ ഒരു തടസ്സം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഏശയ്യ 59 എഴുതിയിരിക്കുന്നത്, രക്ഷയ്ക്ക്, ഉയർച്ചയ്ക്ക് തടസ്സം, തടസ്സം, ബ്ലോക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തിന്മ, ഒരു പാപം വളരെയേറെ നന്മയെ നശിപ്പിക്കും. അതെങ്ങനെയാണത്? അതൊരു പ്രത്യേകതയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പാപത്തിലായിരിക്കും, ഒരു പാപത്തിൽ, അത് ആ പാപത്തിൽ കിടന്നാൽ ബൈബിൾ പറയാണ്, എനിക്ക് അടുത്ത 10 വർഷം ലഭിക്കാൻ സാധ്യതയുള്ള ദൈവാനുഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്, വളരെയധികം നന്മയെ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതി. ഒരു കുടുംബം മുഴുവൻ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നന്മ പോകാൻ ഒറ്റ പാപം മതി, ഒരു പാപി മതി. ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിനോട് ചേർന്ന് ചിന്തിച്ച്, ജോസഫ് എന്ന വ്യക്തിയെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ ആ ദേശത്തിന് സംഭവിച്ചു എന്നതാ. ജോസഫ് എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു പാവപ്പെട്ട ഒരു പാവ മനുഷ്യനാ, ഉള്ളു ശുദ്ധനായ ഒരാളാണ്. ഇവനെയാണ് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്, ഇവനെയാണ് വിറ്റത്, ഇവന്റെ വസ്ത്രം കീറിയിട്ടാണ് ആടിനെ കൊന്ന് ചോര അതിൽ തോത്തിട്ട് അപ്പനോട് പോയി പറയുന്നത് അവനെ കാട്ടുമൃഗം പിടിച്ചു. അപ്പൻ അത് കേട്ട് കരഞ്ഞു. ഒരു പാവം പിടിച്ച മനുഷ്യനെ, അതിന് മറ്റൊരു വാക്ക് പറയാം, മറ്റൊരാളുടെ നന്മയെ തകർക്കാൻ നോക്കിയാൽ നമ്മുടെ അന്നം മുട്ടിപ്പോവും. അതൊരു ഭയങ്കര കാര്യമാണ്. അതായത് ഒന്നും കൂടെ പറയാം, ജോസഫ് എന്ന വ്യക്തിയുടെ ഉയർച്ചയെ തകർക്കാൻ വേണ്ടിയാണ് സഹോദരന്മാർ പണിയെടുത്തത്. അവന്റെ വഴി അടയ്ക്കാൻ നോക്കിയതാ. നീ ഉയരുന്നു ഒന്ന് കാണട്ടെ. അതുകൊണ്ടാ പറഞ്ഞത്, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അവനെ പിടിച്ചു കയറ്റി ഈ അടിമകൾക്ക് വിറ്റപ്പം പറഞ്ഞത്, ഇനി അവൻ രാജാവാകുന്നതൊന്ന് കാണട്ടെ എന്ന്. മറ്റൊരാളുടെ നന്മയെ തകർത്താൽ എന്റെ കുടുംബത്തിൽ അത് ഭയങ്കരമായി ബാധിക്കും. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ ഉയർച്ചയെ അടച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ താമസിച്ച സ്ഥലത്ത് അവർക്ക് ഭക്ഷണം ഇല്ലാണ്ടായി പോയി, അന്നം മുട്ടിപ്പോയി. മറ്റൊരാളുടെ വഴി അടയ്ക്കരുത്. ആ വഴി അടച്ചാൽ അത് നമ്മുടെ അന്നം മുട്ടാൻ ഇടയാവും. ജോസഫിന്റെ വഴി അടച്ചപ്പോ എന്താ സംഭവിച്ചത്? ഈ സഹോദരന്മാർക്ക് ഭക്ഷണം ഇല്ലാതായിട്ട് പിന്നെ കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണ പദാർത്ഥം ലഭിക്കാൻ വേണ്ടി പിന്നെ അടുത്ത രാജ്യത്തേക്ക്, ദേശത്തേക്ക് പായേണ്ടി വന്നു. ശ്രദ്ധിച്ച്, ആരുടെയും വഴി അടയ്ക്കരുത്. കാരണം ആരുടെയെങ്കിലും വഴി നമ്മൾ അടച്ചാൽ നമ്മുടെ അന്നമാ മുട്ടുന്നേ. മറ്റൊരാൾ അവൻ വളരും, രക്ഷപ്പെടും, അവൻ ബിസിനസ് നടത്തി രക്ഷപ്പെടും. നമ്മൾ കൂടോത്രക്കാരുടെ അടുത്ത് പോയി കൂടോത്രം ചെയ്ത് അവന്റെ തകർച്ച ആഗ്രഹം, അവൻ രക്ഷപ്പെടുന്ന ഒരു വഴി ദൈവം തുറന്നെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം, അവൻ രക്ഷപ്പെടട്ടെ, അപ്പുറത്തവൻ നല്ല രീതിയിൽ 10 ഏക്കർ സ്ഥലം മേടിച്ചോ, നല്ലതാകട്ടെ. നമ്മൾ അവന്റെ വഴി അടയ്ക്കാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകം ആളുകൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണേലും, ഒരു ക്രിസ്ത്യാനിയായി ഒരു മനുഷ്യൻ പറഞ്ഞു, എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനി എനിക്കറിയാം. അയാളുടെ പറമ്പിലൂടെ 3 ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടാൽ അപ്പുറത്തെ വീട്ടിലെ ഒരു പാവപ്പെട്ട